ഗൈസ് എല്ലാവരും പൊട്ടപടം എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വെറുതെ പോയി കണ്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടമായി. പടത്തിൻ്റെ പേര് മാൻഡലോറിയൻ ആൻഡ് ഗ്രോഗു എന്ന് പറഞ്ഞിട്ടൊരു പടം. ഒരു സ്റ്റാർ വേർഡ് സീരീസിൽ പെട്ടൊരു പടമാണ്. ഞാൻ അധികം പ്രതീക്ഷിക്കാണ്ടാണ് പോയെന്ന് വെച്ചാൽ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായി. എല്ലാത്തിലും ഇതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, പോരാ പടം പോരാ, എന്തൊക്കെയോ ഇല്ല അത് അങ്ങനെ ഒരു കുറേ പറഞ്ഞിട്ട് ഓരോന്ന് കണ്ടു. എന്തെങ്കിലും ആവട്ടെ, വേറെ എനിക്കൊരു ഫ്രീ ടൈം കിട്ടി, ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. പക്ഷേ ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിവ്യൂസിൽ ഫുള്ള് നെഗറ്റീവ്, എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അറിയില്ല, എനിക്ക് ചിലപ്പോൾ ഞാനൊരു സ്റ്റാർ വേർഡ്സിൻ്റെ ഒരു ഫാൻ അല്ലാത്ത കാരണമായിരിക്കാം. ഞാൻ ഈ എല്ലാ സ്റ്റാർ വേർഡ്സ് മൂവിയും കണ്ടിട്ടൊന്നുമില്ല. ഇതിൻ്റെ പഴയ സീസണും കണ്ടില്ല. ഇത് മുന്നേ 2 സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ, സെക്കൻഡ് സീസണായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ മാൻഡലോറിയൻ എന്ന് പറഞ്ഞിട്ടൊരു 2 സീരീസ് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് കാണാത്തതുകൊണ്ടായിരിക്കാം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമുക്ക് കുറച്ച് ടൈം ഫ്രീ ആയിട്ടുണ്ട്, നമുക്കൊരു നല്ലൊരു പടം കാണണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ പടം ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിലപ്പോൾ പറഞ്ഞ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ലോ ആയിരുന്നു എനിക്ക് ഓൾറെഡി റിവ്യൂസ് കണ്ടുപോയി. കാരണം അതുകൊണ്ടായിരിക്കാം നമ്മൾ പണ്ടത്തെ പടങ്ങൾ പോലെ ഒരു ജുറാസിക് പാർക്ക് അങ്ങനത്തെ ഒരു പടം കാണുന്ന പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. കുറേ കാണാത്ത പലതരം ജീവികൾ, പിന്നെന്താ പറയുക, കുറേ റോബോട്ടിക് പരിപാടി കാര്യങ്ങൾ, ഒരു ഗ്രാഫിക്സ് ഫുൾ പാക്കഡ് ആയിട്ടൊരു മൂവി. കണ്ടിരിക്കാനും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നമുക്ക് ബോറടി അങ്ങനത്തെ പരിപാടികളൊന്നും തോന്നില്ല. ഫുൾ ടൈം എന്തെങ്കിലും സീൻ ഇങ്ങനെ എൻഗേജ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ അടുത്തിറങ്ങിയൊരു പ്രൊഡക്ടർ മൂവിയിൽ ഒരു ബാഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ, ആ ഒരു മൂവിയുടെ ഒരു സ്റ്റൈലിലാണ് പടം ഏകദേശം പോണത്. സ്റ്റൈൽ മീൻസ് ഒരു മിഷൻ, ആ മിഷനിൽ എത്തിയിട്ട് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് കഴിയുമ്പോൾ പടം തീരും. അതുപോലെ തന്നെയാണ് ഈ പടവും. ഒരു മിഷനിൽ അവർ പോണു, ആ മിഷനിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളും ചെറിയ കാര്യങ്ങളായിട്ട് കഥ അങ്ങനെ നീങ്ങി അവസാനം ഒരു സ്ഥലത്തെത്തി ആ പടം അവർ അങ്ങനെ ഒരു ഇതിൽ തീരും. കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു വാച്ചബിളാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊബൈലിലാണ്ടൊക്കെ അറിയില്ല, അത്രയും ഒരു പഞ്ച് കിട്ടും 3D ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞത്, നമുക്ക് അയൺമാൻ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയൺമാൻ പടത്തിൽ അവൻ്റെ ഒരു ഒപ്പം നടക്കുന്ന ഒരു പണത്തിലൊരാളുണ്ട്, ഒരു ഹാപ്പിയോ അങ്ങനെ എന്തോ പേരുള്ള. അപ്പോൾ ആളാണ് ഇതിൻ്റെ ഡയറക്ടർ. ഈ ഡയറക്ടർ തന്നെയാണ് അയൺമാൻ ഫസ്റ്റും അയൺമാൻ സെക്കൻഡും ഡയറക്റ്റ് ചെയ്തേക്കണം. കഥ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു സ്റ്റോറിയും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു മിഷൻ. ഈ മാൻഡലോറിയൻ എന്ന് പറഞ്ഞ ഒരാളും ഒരു ഗ്രോഗു എന്ന് പറഞ്ഞ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാവ പോലത്തെ ഒരു ജീവി, അവർ തമ്മിലുള്ളൊരു ജേണിയാണ് ഈ സിനിമ പറയണത്. പക്ഷെ ജേണിയിലൊരു ഒരു മിഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടാക്കണം ഈ പടം. ഇത് എനിക്ക് കണ്ടപ്പോൾ എന്താ പറയുക, നമുക്കൊരു നല്ലൊരു വാച്ചബിൾ മൂവി ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ഒരു അധികം ഹോളിവുഡ് മൂവി കാണാത്ത ഒരാൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ എന്തായാലും പോയി കണ്ടോളൂ, സൂപ്പറോടാ. അപ്പോൾ എല്ലാവരും നേരത്തെ കൂടി തിയേറ്ററിൽ പോയി കാണാം. ചിലപ്പോൾ അധികം കാലം തിയേറ്ററിൽ ഉണ്ടായിരുന്നു വരില്ല, പെട്ടെന്ന് ചിലപ്പോൾ പോകും. എന്ന് വെച്ചാൽ അത്ര നല്ല റിവ്യൂ ഇത് ഞാൻ കേട്ടില്ല. അപ്പോൾ അതായിരിക്കാം, തിയേറ്ററിലായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പടം പക്ഷേ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ പോയി കാണാം.